എന്താണ് നേർക്ക് നേരെ ചോദിക്കുന്നത്? നേർക്ക് നേരെ തരം പറയാം. കറക്റ്റായിട്ട് ചോദിച്ചാൽ കറക്റ്റായിട്ട്. പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ആരോപണം ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി പരാതി കൊടുത്തിട്ട് പോലും മുഖ്യമന്ത്രിക്ക് മാത്രം എന്താണ് പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമായി മാറുന്നത്? അല്ല, അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. ഞാനൊരു മിനിറ്റ് ചോദിച്ചിട്ട് എത്ര പറയട്ടെ. പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് ബഹുമാനപ്പെട്ട CM പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. എനിക്കാ വിശ്വാസമില്ല. എനിക്കാ വിശ്വാസം തീരെയില്ല. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. നാനാർ മന്ത്രിസഭയിൽ എങ്ങനെയാണ് അദ്ദേഹം പുറത്തായത്? പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എല്ലാവർക്കും അറിയാലോ. ആ മാനസികാവസ്ഥയിൽ നിന്ന്, ആ സ്വഭാവത്തിൽ നിന്ന് ഒരു ഇഞ്ച്, ഒരു മില്ലിമീറ്റർ പി ശശി താഴേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു സ്റ്റെപ്പ് കൂടി മുന്നിലാണ് എന്നാണ് എൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് പി ശശിയെക്കുറിച്ചുള്ള അഭിപ്രായം അതാണ്. ബഹുമാനപ്പെട്ട CMനെ അങ്ങനെ വിശ്വസിപ്പിച്ച് CM അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാകുമായിരിക്കാം. അതിന് എനിക്ക് CMനെ കുറ്റം പറയാൻ പറ്റില്ല. അത് CM ആണ് പഠിക്കേണ്ടത്. ശശിയോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ട് നടത്തി തരാൻ പറ്റിയില്ല. അങ്ങനെ എല്ലാം എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അല്ല, അത് വാസ്തവമാണ്. ഞാൻ പറയുന്ന ഒക്കെ പകൽ ചെയ്തു തരാൻ പറ്റുമോ? ഞാൻ എൻ്റെ വീട്ടിലെ ഒരു അട്ടികാരിയായിട്ടല്ലേ പി ശശിൻ്റെ അടുത്തേക്ക് പോകുന്നത്, അല്ലേ? ഞാൻ പി ശശിയോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ നാടിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട, സാമൂഹികവുമായി ബന്ധപ്പെട്ട, പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതെല്ലാം ശശി ചെയ്തു തരണമെന്ന് ഞാനങ്ങനെ മണ്ടനൊന്നുമല്ല. അല്ല, മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. കഴിഞ്ഞ 8 മാസമായിട്ട് ഞാൻ പോവാറില്ല. ഞാൻ അദ്ദേഹവുമായി പരിപൂർണമായും തെറ്റുന്ന എപ്പോഴാണ്? ഈ രാജ്യദ്രോഹി, സാമൂഹ്യദ്രോഹിയായ ഈ സാജൻ സ്കറിയയുടെ കേസിൻ്റെ പിന്നിലാണ്. ഇതുപോലെയുള്ള ഒരു രാജ്യദ്രോഹിയെ, സാമൂഹ്യ ദ്രോഹിയെ, മതവിദ്വേഷിയെ, ഇവിടെ എന്താ പറയുക, സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്നവനെ അവൻ്റെ അടുത്തുനിന്ന് പണം കൈക്കൂലി വാങ്ങി രാജ്യത്തെ പോലീസ് സംവിധാനത്തിൻ്റെ വയർലെസ് സന്ദേശമാർത്തിയ ചോർത്തിയ കേസിൽ അവന് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതിൻ്റെ പിന്നിൽ ഈ ADGP അജിത് കുമാറും പി ശശിയുമാണ് എന്ന കാര്യത്തിൽ എനിക്ക് അന്നും തർക്കമില്ല, ഇന്നും തർക്കമില്ല. വേറൊരു കാര്യം കൂടി, ഈ ചങ്ങാതിക്ക് ജാമ്യം കിട്ടിയപ്പോൾ സുപ്രീം കോടതി അടക്കം പറഞ്ഞിട്ടുണ്ട്, സമാനമായ കേസുകളിൽ ഇനി ഉൾപ്പെടരുത്, ഈ തന്ന ജാമ്യം ക്യാൻസലാവും. എത്ര കേസിൽ ശേഷം ഉൾപ്പെട്ടു? കോടതിക്ക് റിപ്പോർട്ട് കൊടുത്ത ഈ പോലീസ്. എന്തായിരുന്നു പി ശശിക്ക് പണി? എന്താണ് പി ശശിക്ക് പണി? റിപ്പോർട്ട് കൊടുത്തിട്ടില്ലല്ലോ, ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ പറയുന്ന വയർലെസ് ചോർത്തിയ കേസിൽ ഇപ്പോഴും അതിൻ്റെ കുറ്റപത്രം കൊടുത്തിട്ടില്ല. കുറ്റപത്രത്തിൽ അവൻ ചെയ്ത കുറ്റത്തിനനുസൃതമായ വകുപ്പുകൾ ചേർത്തിട്ടില്ല. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് പിടിച്ചു വെക്കുന്നത്? സുപ്രീം കോടതിയാണ് പറഞ്ഞത് സമാനമായ ഒരു കേസിലും ഇടപെട്ട് കൊടുക്കുന്നു. അപ്പം അതങ്ങനെ ഇരുന്ന് തെറി പറഞ്ഞുകൊണ്ടേ ഇരിക്കല്ലേ, വല്ലതും ബാക്കിയുണ്ടോ? എന്താ പോലീസിന് ചെയ്യാൻ പറ്റുന്നത്? എന്താ പി ശശി അറിയാത്തത്? അവിടെയാണ് ഞാൻ ഉടക്കുന്നത്. അവിടെയാണ് ഞാൻ പി ശശിയായിട്ട് ഉടക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യത്തിനല്ല പോയത്, ഈ നാടിൻ്റെ പൊതുവായ വിഷയത്തിന് വേണ്ടിയിട്ടാണ് പോയത്. പാർട്ടിയുമായി സംസാരിച്ചിട്ടാണ് പോയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടാണ് പോയത്. ഈ പറയുന്നവൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു കൊടുത്താണ്. ഈ രീതിയിലാണ് സാമൂഹ്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്നത്, മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നത്. CMA ഈ കോലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നാട് കേരളം കുട്ടിച്ചോറാകും. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത്. എന്നിട്ട് ഒരു ഘട്ടത്തിൽ ഒന്നങ്ങനെ എന്താ പറയുക, ഒന്നെന്നെ തള്ളിത്തന്നു. ഈ 66F ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വന്നു. അവൻ ഈ പറയുന്ന ദേശദ്രോഹ കുറ്റത്തിൽ ഉള്ളിൽ എത്തുന്നതോട് കൂടിയിട്ട് ചിത്രം അങ്ങോട്ട് മാറുക. അജിത് കുമാറിൻ്റെ സ്വഭാവം മാറി. ഈ ചങ്ങാതി ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ പൂനെയിൽ ഞാൻ കാണിച്ചു കൊടുത്തു. അവിടെ പോലീസ് എത്തുന്നതിന് ഒറ്റ കൊടുത്തു. അത് കഴിഞ്ഞൊരാഴ്ച കഴിഞ്ഞ് ഡൽഹിയിലുണ്ട്, അവൻ അറിഞ്ഞു. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കൊടുത്തു. അവിടെ പോലീസ് പോയത് പോലുമില്ല. എൻ്റെ ആളുകൾ അവിടെ കാവലിരിക്കുന്നുണ്ട്, ഇവൻ വരുന്നുണ്ടോ നോക്കാൻ, പോലീസ് വരുന്നുണ്ടോ നോക്കാൻ. ആ വഴിക്ക് പോയില്ല. അന്നാണ് ഞാൻ ഉറപ്പിക്കുന്നത് ഇവർ കൂടി ചതിക്കുകയാണെന്നുള്ളത്. അന്ന് തുടങ്ങിയ അന്വേഷണം. ഇതുപോലെ ഒരു സാമൂഹിക വിരുദ്ധനെ ഇങ്ങനെ ഇവർ സഹായിക്കുന്നുണ്ടെങ്കിൽ ഇവരെത്രമാത്രം സാമൂഹിക വിരുദ്ധരായിരിക്കണം എന്ന എൻ്റെ തോന്നൽ. ഞാൻ പിന്നാലെ പോയി. അതാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത്.